കോർപ്പറേഷൻ മേയർ സ്ഥാനത്തേക്ക് ദീപ്തി മേരി വർഗീസിനെ പരിഗണിക്കാത്തതിനെതിരെ കോൺഗ്രസ് നേതാവ് അജയ് തറയിൽ രംഗത്ത്. അനിയത്തിയെ കാണിച്ച് ചേട്ടത്തിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന വിചിത്ര നടപടിയാണ് നടന്നതെന്നായിരുന്നു അജയ് തറയിൽ വിമർശിച്ചത്. മേയർ തെരഞ്ഞെടുപ്പിൽ നടന്നത് ഗ്രൂപ്പുകളുടെ നഗ്ന നൃത്തമാണെന്നും അദ്ദേഹം വിമർശിച്ചു. ഏകപക്ഷീയമായ പെരുമാറ്റമാണ് DCC പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായതെന്നും കോർ കമ്മിറ്റി ചേരാതെയാണ് മേയറെയും ഡെപ്യൂട്ടി മേയറെയും തെരഞ്ഞെടുത്തതെന്നും അജയ് തറയിൽ വിമർശിച്ചു. ഗ്രൂപ്പാണ് വലുത് എന്ന പ്രതീതിയുണ്ടാക്കി. ദീപ്തി കേവലം കൗൺസിലർ മാത്രമല്ലെന്നും നിരന്തരമായ പോരാട്ടങ്ങളിലൂടെ വന്ന ആളാണെന്നും അജയ് തറയിൽ പറഞ്ഞു. അങ്ങനെയുള്ള ഒരാളെ ഒഴിവാക്കിയതിന് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കൊച്ചി മേയർ സ്ഥാനത്തെ ചൊല്ലിയുണ്ടായ അഭിപ്രായ ഭിന്നതയിൽ വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസ്. ദീപ്തി മേരി വർഗീസിന് മേയർ സ്ഥാനം നിഷേധിച്ച നടപടിക്കെതിരെ കടുത്ത പ്രതിഷേധത്തിലാണ് എറണാകുളം ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾ. KPCC നിശ്ചയിച്ച മാനദണ്ഡങ്ങൾ കൊച്ചിയിൽ അട്ടിമറിക്കപ്പെട്ടുവെന്ന് ദീപ്തി ആരോപിച്ചു. മേയർ പദവി മോഹിച്ചല്ല മത്സരത്തിനിറങ്ങിയതെന്നും പാർട്ടിക്കൊപ്പം ഉറച്ചു നിൽക്കുമെന്നും വ്യക്തമാക്കിയ അവർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി. തർക്കമുള്ള സാഹചര്യത്തിൽ KPCC നിരീക്ഷകനെത്തി പ്രശ്നം പരിഹരിക്കണമെന്ന നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല. കൗൺസിലർമാരുടെ അഭിപ്രായം രഹസ്യ ബാലറ്റിലൂടെ തേടണമെന്ന ആവശ്യം അവസാന നിമിഷം ഒഴിവാക്കിയത് എന്തിനെന്ന് ദീപ്തി ചോദിച്ചു. തെരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഔദ്യോഗികമായ ആശയവിനിമയം നടത്തിയില്ലെന്നും കോർ കമ്മിറ്റി വിളിച്ചില്ലെന്നും അവർ പറഞ്ഞു. കോർ കമ്മിറ്റി കൂടുമെന്ന് പറഞ്ഞ് പറ്റിച്ചു. 4:30 യോഗം വിളിച്ചു. എന്നാൽ 3:50 സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. KPCCയുടെ നിരീക്ഷകരെത്തി കൗൺസിലർമാരെ കേൾക്കണമെന്നാണ് സർക്കുലറിലുള്ളത്. ഗ്രൂപ്പ് നേതാക്കളായ ഡൊമിനിക് പ്രസന്റേഷനും N വേണുഗോപാലുമാണ് കൗൺസിലർമാരെ കേട്ടത്. അവർ പുറത്തു പറഞ്ഞ കണക്ക് അവിശ്വസനീയമെന്നും ദീപ്തി മേരി വർഗീസ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. അതേസമയം ദീപ്തിയെ ഒഴിവാക്കിയതിനെതിരെ KPCC ജനറൽ സെക്രട്ടറി MR അഭിലാഷും പരസ്യ പ്രതികരണവുമായി രംഗത്തെത്തി. ദീപ്തി മേരി വർഗീസിനെ മേയർ സ്ഥാനത്ത് നിന്ന് വെട്ടിയ നടപടിയിൽ പ്രതിപക്ഷ നേതാവിനെതിരെയാണ് MR അഭിലാഷ് വിമർശനം ഉന്നയിച്ചത്. KPCC മാനദണ്ഡങ്ങൾ എന്തുകൊണ്ട് ലംഘിക്കപ്പെട്ടുവെന്ന് പ്രതിപക്ഷ നേതാവും DCC പ്രസിഡന്റ് പറയണമെന്ന് അദ്ദേഹം പറഞ്ഞു. ചില ആളുകളുടെ താൽപര്യങ്ങളാണ് മേയർ തെരഞ്ഞെടുപ്പിൽ കണ്ടതെന്നും KPCC ജനറൽ സെക്രട്ടറിക്ക് ദേശാഭിമാനി പത്രത്തിന്റെ വില പോലും നൽകിയില്ലെന്നുമായിരുന്നു അഭിലാഷിന്റെ പ്രതികരണം.